ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന്റെ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. അത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അടുത്ത മാസം 3-നാണ് കോടതി വിധി പറയുക. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ, കലക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ നിർണായകമാണെന്നും തെളിവുകൾ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നത്. പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്നും കുടുംബം ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു. അർജുൻ കല്യാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഏറ്റവും പ്രധാനം SIT അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന കുടുംബത്തിന്റെ നിലപാട് തന്നെയാണ്. മൊഴിയെടുക്കാൻ ഉൾപ്പെടെ വൈകിയത് നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ അന്വേഷണം പൂർണ്ണ തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണം വേണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇന്നിപ്പോൾ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം തലശ്ശേരി കോടതിയിൽ നൽകിയ ഹർജിയിലും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, അതായത് കുടുംബം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രധാനമായും PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, പ്രശാന്ത് തുടങ്ങിയവരുടെ ഫോൺ രേഖകൾ മുഴുവനായും സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ഒരാവശ്യമായിരുന്നു. അതിനു പുറമെ ADM നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലും അതിന് തൊട്ടു മുൻപായി മുനീശ്വരൻ കോവിലിലുമൊക്കെ എത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ഈ തെളിവുകൾ ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് കുടുംബത്തിൻ്റെ ഭാഗമായി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് P സജിത ഇന്ന് കോടതിയെ ധരിപ്പിച്ചത്. കോടതി ഇക്കാര്യം വിധി പറയുന്നതിന് വേണ്ടി അടുത്ത മാസം 3-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുകയുമാണ്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ കോടതിക്ക് വിധി പ്രസ്താവത്തിന് ശേഷം കുടുംബത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് സജിത ഇന്ന് ബോധിപ്പിച്ചിരിക്കുന്നത്, അതായത് ഈ പോലീസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനകത്ത് തൃപ്തിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം PP ദിവ്യ, അതായത് PP ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ തന്നെ സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഈ കുടുംബത്തിനായി ഹാജരാക്കിയിട്ടുള്ള അഭിഭാഷകന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ദിവ്യയ്ക്ക് വേണ്ടി പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. അതായത് ഒളിവിൽ കഴിയുന്ന PP ദിവ്യയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. PP ദിവ്യയുടെ കണ്ണിൽപ്പെടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയായിരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു വാദമായിരുന്നു ആ ഘട്ടത്തിൽ കോടതിയിൽ കുടുംബത്തിനായി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഉയർത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിന് ഒരു അട്ടിമറി കുടുംബം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണത്തെ സമീപിക്കാൻ അല്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ വേണ്ടി കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ ഇതിൻ്റെ ആവശ്യാർത്ഥം സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ കേസ്, അതായത് ഈ തെളിവുകളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയിട്ടുള്ള ഹർജി അടുത്ത മാസം നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നതാണ്. ഈ പ്രശാന്തിനെ പ്രതി ചേർക്കണം, കലക്ടറിലേക്ക് അന്വേഷണം നീളം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പ്രശാന്തിൽ നിന്ന് മൊഴിയെടുത്തു എന്നതിനപ്പുറം അന്വേഷണം മറ്റെങ്ങും എത്തിയിട്ടില്ല. ജില്ലാ കളക്ടറിൽ നിന്നും മൊഴിയെടുത്തെങ്കിൽ പോലും എന്താണ് അദ്ദേഹത്തിന്റെ റോൾ, ഇതിലുള്ള ദുരൂഹത അതൊന്നും നീങ്ങിയിട്ടുമില്ല. അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം ഏറെ ന്യായവുമാണ്. തീർച്ചയായിട്ടും വിനീത, അതായത് കലക്ടറുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായി കലക്ടർ ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിന് അയച്ചിട്ടുള്ള ഒരു കത്താണ്. ആ കത്തിനകത്ത് കലക്ടർ കൃത്യമായ രീതിയിൽ നവീൻ ബാബുക്ക് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, യാതൊരു വിധത്തിലുള്ള ആക്ഷേപവും ആ ഒരു കത്തിനകത്ത് കുടുംബത്തെ ഈ കത്തിനകത്ത് സൂചിപ്പിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഗീത ഒരു മൊഴിയെടുക്കുന്നതിന് വേണ്ടി കലക്ടറേറ്റിലേക്ക് എത്തുന്നത്. ആ കലക്ടറേറ്റിലേക്ക് എത്തി ഈ കലക്ടറുടെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു കാര്യമല്ല ഈ മൊഴിയുടെ ഭാഗമായി സൂചിപ്പിക്കുന്ന. ആ മൊഴിക്കകത്ത് ഇത്തരത്തിൽ കലക്ടർ അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ കലക്ടർ കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങി തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ പരാമർശിക്കപ്പെടുന്നില്ല. അതിനുശേഷം ഈ SIT സംഘവും തന്നെ ഈ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലും അത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ ഘട്ടത്തിലാണ് ADM നവീൻ ബാബു ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം കലക്ടറുടെ ചേംബറിലേക്ക് എത്തി ചില കുറ്റസമ്മതങ്ങൾ നടത്തിയിരുന്നു. തനിക്ക് തെറ്റുപറ്റി എന്ന രീതിയിൽ കലക്ടറോട് സംസാരിച്ചു എന്നുള്ള മൊഴികൾ വരുന്നത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ കലക്ടർ മൊഴി നൽകുന്നുണ്ട്. അതിലും ചില വൈരുദ്ധ്യങ്ങൾ ഈ കുടുംബത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള മൊഴികളിൽ തുടർച്ചയായി വരുന്ന വൈരുദ്ധ്യങ്ങൾ എങ്ങനെ വരുന്നു? അത് ചില രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഭരണപരമായിട്ടുള്ള
സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് കുടുംബം സംശയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് കൂടുതൽ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ സംഭവങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനമായ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ആ പ്രശാന്തിനെ ഈ ഘട്ടം വരെയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതി ചേർക്കുകയോ അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. പ്രശാന്തിൻ്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചതായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിനകത്ത് അത്തരമുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രശാന്തിനെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നില്ലേ? പ്രശാന്തൻ നൽകിയിട്ടുള്ള വ്യാജ പരാതി, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് നൽകിയെന്ന് പറയുന്ന വ്യാജ പരാതി ഉൾപ്പെടെ ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. അത് ഈ വ്യാജ പരാതിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതായത് ഈ പാട്ടക്കരാറിലെ ചില ഒപ്പുകൾ, അതിനു പുറമെ ഈ റൂറൽ പോലീസിൽ നൽകിയിട്ടുള്ള മൊഴിയിലെ ചില ഒപ്പ്, അതിനു പുറമെ ഈ പരാതിയിൽ ഒപ്പ്, ഇതെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒപ്പുകളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രശാന്തനെ കൂടി ഇതിനകത്ത് പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം തുടർച്ചയായ രീതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും അതുപോലെ തന്നെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പ്രശാന്തനെ ഈ ഘട്ടം വരെയും ഈ കേസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശരിയാണ് അർജുൻ, വ്യക്തമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ആത്മഹത്യയാണോ നവീൻ ബാബുവിൻ്റെതെന്ന സംശയം അവർ ആദ്യം മുതൽ തന്നെ ഉയർത്തുന്നതാണ്. ഇന്നിപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുക്കളുടെ സാന്നിധ്യം പോലും ഇല്ലാതെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയതിലും കുടുംബത്തിന് വലിയ സംശയമുണ്ടല്ലേ ശ്യാം ദേവരാജ്? അങ്ങനെ തന്നെയാണ്. ഇത് ആത്മഹത്യ തന്നെയാണോ എന്നൊരു വലിയ സംശയം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട്. അതൊരു പക്ഷേ CBI അന്വേഷണം അനിവാര്യമാണ്. ഈ കേസിൽ CBI അന്വേഷണം ലഭിക്കണമെന്ന് അല്ലെങ്കിൽ CBI അന്വേഷണം നടത്തണമെന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ ഭാഗമായാണോ അത്തരമൊരു കാര്യം, അത്തരമൊരു സംശയം ഉന്നയിച്ചിരിക്കുന്നത് കൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. ആത്മഹത്യ തന്നെയാണോ ADM നവീൻ ബാബു നടത്തിയത് എന്ന് സംശയമുണ്ട് എന്നാണ് ഹർജിയിൽ പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ വളരെ വേഗം, അതായത് ധൃതി പിടിച്ച് പോലീസ് പൂർത്തിയാക്കി. സാധാരണഗതിയിൽ ഇത്തരമൊരു മരണം നടന്നാൽ, സംശയകരമായ രീതിയിലുള്ളൊരു മരണം നടന്നാൽ ആ മൃതദേഹത്തിനടുത്തേക്ക് ബന്ധുക്കൾ ആരെങ്കിലും എത്തിയതിനു ശേഷമായിരിക്കണം പോലീസ് നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷേ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം പോലീസ് ധൃതി പിടിച്ച് നടപടികൾ സ്വീകരിച്ചു. അവിടെ ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. എന്നാൽ അങ്ങനെ അനിവാര്യമായിരുന്ന ഒരു ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നിന്നും ബന്ധുക്കളുടെ ഇല്ലാതെയാണ് ആ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. കുടുംബം എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടത്തുകയും പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറുകയും ചെയ്തു എന്നൊരു ആക്ഷേപം കൂടി പോലീസ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. തെളിവുകൾ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് നടപടിയെടുത്തില്ല. CCTV ദൃശ്യങ്ങളും സംരക്ഷിക്കാൻ, കളക്ടറേറ്റിലടക്കം CCTV ദൃശ്യങ്ങളടക്കം സംരക്ഷിക്കാൻ പോലീസ് നടപടിയെടുത്തില്ല എന്നടക്കമുള്ള വാദങ്ങളും ഈ ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഉയർത്തുന്നുണ്ട്. ശരി, ഏതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നത് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. നമുക്ക് തിരിച്ചെത്താം.